മലയാളം കലണ്ടറിലെ നക്ഷത്രങ്ങൾ ഇങ്ങനെയുള്ള ചില കുസൃതികൾ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. ഇംഗ്ലീഷ് കലണ്ടറിലെ ഡേറ്റ് നോക്കി പിറന്നാൾ ആഘോഷിക്കുന്ന ഈ തലമുറയ്ക്ക് അത്ര ബുദ്ധിമുട്ട് ഇതിൽ നിന്നുണ്ടാകാറില്ല എങ്കിലും പായസപ്പിറന്നാൾ നാൾ നോക്കുന്ന നമുക്കൊക്കെ പലപ്പോഴും ഈ അനുഭവം ഉണ്ടാവാറുണ്ട്. അത്തം 10 പൊന്നോണം എന്ന് പറയുന്നതിന് പകരം അത്തം 11 എന്ന് പറയേണ്ടി വരും. ഓണത്തിന്റെ സാമൂഹികപരമായ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കിയാൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക വേർതിരിവ് ആഘോഷങ്ങളിലും പ്രതിഫലിച്ചിരുന്നു എന്നത് കാണാതെ പോകരുത്. എല്ലാവരും ആഘോഷിച്ചിരുന്നു എന്ന് പൊതുവെ പറയുമ്പോഴും ആഘോഷങ്ങളുടെ അവകാശങ്ങൾ ഏറ്റെടുത്തിരുന്നത് വ്യത്യസ്ത രീതികളിലായിരുന്നു. ഒരു പോസിറ്റീവ് വീക്ഷണത്തിൽ നോക്കിയാൽ ഒരുപക്ഷെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നവർ തങ്ങളുടെ ഒപ്പമുള്ള സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ളവരെ കൂടെ കരുതണം എന്ന സഹജീവി മനോഭാവമാകാം ഇങ്ങനൊരു സാമൂഹ്യ രീതിക്ക് കാരണമായിരുന്നത്. വയലിലും പറമ്പിലുമൊക്കെ പണി ചെയ്തിരുന്നവർക്കും കുടുംബത്തിനും വിഭവസമൃദ്ധമായ ആഹാരവും പുതിയ വസ്ത്രങ്ങളും ധനസഹായവും ഒക്കെ ഓണ ദിവസം കൊടുത്തിരുന്നത് അന്നൊരു പതിവായിരുന്നു. വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലും ഇതൊക്കെ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും അല്ലേ? എൻ്റെ അമ്മ ഒരു കർഷക കുടുംബത്തിൽ വളർന്നതിനാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിത് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. മഹാബലിയും ഓണവും എല്ലാവരുടെയും ആഘോഷങ്ങളിൽ ഒരേപോലെ ഒന്നാം സ്ഥാനത്ത് തന്നെയുണ്ട്. ഓരോ ഓണക്കാലത്തും തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന മഹാബലി ചക്രവർത്തിയെക്കുറിച്ചും ആഹ്ലാദകരമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുമൊക്കെ സ്കൂൾ തലത്തിൽ നമ്മളൊക്കെ പഠിക്കുന്നതാണ്. ഓണത്തിൻ്റെ തീം സോങ് എന്നറിയപ്പെടുന്നത് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന വരികളാണ്. ഇത് കേൾക്കുകയും പാടുകയും ആസ്വദിക്കുകയും ചെയ്യാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ നിസ്സംശയം നമുക്ക് ഉറപ്പിച്ചു പറയാനാവും. അത്രയ്ക്ക് മലയാളികളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വരികളാണ്. ഈ സമത്വ സുന്ദര വരികളുടെ രചന ആരാണ് എന്ന് അന്വേഷിച്ചു പോയാൽ പല അഭിപ്രായങ്ങളും കേൾക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ കേട്ടത് 16-ാം നൂറ്റാണ്ടിൽ പാക്കനാർ രചിച്ച മൂലവരികളെ പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ ജനപ്രിയമാക്കി എന്നതാണ്. ഉറവിടം എന്തായാലും ഈ വരികൾ പോലെ മനോഹരമായ സുവർണ കാലഘട്ടമായിരുന്നു മഹാബലിയുടെ ഭരണത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന വിശ്വാസം മാത്രം നമുക്ക് മുറുകെ പിടിക്കാം. ഓണക്കാലം നമ്മളിൽ പലർക്കും ഓർമ്മകളിൽ സംഗീത മധുരമാണ്. ഓണപ്പാട്ടുകളുമായി തരങ്കിണി മുൻപിറക്കിയിരുന്ന ശ്രുതിമധുരമായ ഉത്സവ ഗാനങ്ങളുടെ ആ ഒരു സുഖം, വരികളിലെ സാഹിത്യ ഭംഗിയും സംഗീതവും ഒരുപോലെ ലയിച്ചു ചേർന്നിരുന്ന ഒരു പിടി മികച്ച നല്ല ഓണഗാനങ്ങൾ നമുക്കുണ്ട്. ഇന്നും ഓണമായാൽ അറിയാതെ മൂളിപ്പോകുന്ന പാട്ടുകൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എപ്പോൾ കേട്ടാലും ഓണമാണോ എന്നൊരു ഫീൽ നമ്മളിലെത്തിക്കുന്ന ഓണപ്പാട്ടുകൾ. ഓണത്തിന്റെ രീതികൾ കാലത്തിനൊപ്പം മാറിയതുപോലെ തന്നെ ഇന്നിപ്പോൾ പാട്ടുകളും മാറിയിരിക്കുന്നു. ഇപ്പോൾ വിഷ്വൽ ഭംഗിയിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്താറുള്ളത്. ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ഓണം ആഘോഷിക്കുന്ന കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പല പഴഞ്ചൊല്ലുകളിൽ പോലും ഉത്സാഹത്തിന്റെ ഈ ഒരു സ്പർശം നമുക്ക് കാണാനാവും. കാണം വിറ്റും ഓണമുണ്ണണം, ഓണമുണ്ട വയർ ചൂളം പാടും, ഓണം വന്നു ക്ഷീണം മാറി എന്നിങ്ങനെ പോകുന്ന പഴമൊഴിയുടെ രസങ്ങൾ. വേഗതയുടെയും ചടുലതയുടെയും ഇന്നത്തെ ലോകത്ത് മുൻകാല ചരിത്രങ്ങൾ കേട്ടിരിക്കുവാൻ ആർക്കും സമയമില്ല, താല്പര്യവുമില്ല. എങ്കിൽ പോലും നേടാനും അറിയാനും വിരൽത്തുമ്പിൽ ധാരാളം അവസരങ്ങളുള്ള യുവത്വത്തിനും ഓണവും ഓണവിശേഷങ്ങളും ഇഷ്ടമാണ്. അറിയാനും ആസ്വദിക്കാനും അതിലലിയാനും. അതുകൊണ്ടൊക്കെയാണല്ലോ ഓണക്കാലം ആയാൽ ഏതൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും തനി മലയാളിയായി മാറുന്നത്. ഡിസൈനർ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിലും വേഷത്തിലും ഭാവത്തിലും മലയാള തനിമയുള്ള മലയാളി. ഓണത്തെ കാത്തിരിക്കുന്ന തലമുറ മാറിയിട്ടുണ്ട്. ഓണാഘോഷങ്ങൾ മാറിയിട്ടുണ്ട്. മാറാത്തത് ഓണം എന്ന വികാരമാണ്. പ്രായവ്യത്യാസമില്ലാതെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും ഭരിക്കുന്ന ഓണം എന്ന വികാരം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനം കൂടിയാകുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒരേപോലെ ത്രസിപ്പിക്കുന്ന മറ്റൊരു ഉത്സവാഘോഷം ഇല്ല. ആഘോഷ രീതിയിൽ പ്രാദേശിക വകഭേദങ്ങൾ കണ്ടേക്കാം എന്നതും എടുത്തു പറയട്ടെ. മറ്റൊരു ഓണവിശേഷവുമായി എല്ലാവരെയും നാളെ തീർച്ചയായും നമുക്ക് കടുപ്പത്തിലൊരു കഥയിൽ വീണ്ടും കാണാം.